ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഷോർട്സ് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇവർക്ക് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 യൂട്യൂബിൻ്റെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ടിപ്പുകളെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിലേക്ക് സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കുറവാണെങ്കിൽ, നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കാരണം നിങ്ങളുടെ ഷോർട്ട് വീഡിയോ വളരെ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിരവധി ആളുകൾ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 ടിപ്പുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ അകത്ത് ലോങ് വീഡിയോസിനേക്കാളും ഏറ്റവും കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടുന്നത് ഷോർട്ട് വീഡിയോയിൽ നിന്നുമാണ്. ചാനലിൻ്റെ ഗ്രോത്തിന് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതും ഷോർട്ട് വീഡിയോ തന്നെയാണ്. കാരണം ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ ഗ്രോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചാനലിന് നല്ല രീതിയിൽ ഗ്രോ കിട്ടും. അതുപോലെ വൈറലാകുന്ന ഷോർട്ട് വീഡിയോയിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ എമൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോയിലൂടെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് നാളായിട്ട് അവരുടെ ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാണ്ട് ഫ്രീസായി പോകുന്ന ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീസായി പോകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 ടിപ്പുകളിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ 60 സെക്കൻഡിന് മുകളിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത്ത് എന്ന് പറയുന്നത് 60 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഈ 60 സെക്കൻഡിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാക്സിമം ഒരു 61, നിങ്ങൾക്ക് മാക്സിമം ഒരു 57 അല്ലെങ്കിൽ 56 വരെയുള്ള ലെങ്ത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് വീഡിയോയുടെ ലെങ്ത്ത് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു 55, 56 റേഞ്ചിൽ എത്തുക. നിങ്ങൾ 60 എബോ അല്ലെങ്കിൽ 60 വരെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഷോർട്ട് വീഡിയോ അല്ലാണ്ട് ലോങ് വീഡിയോയിലേക്ക് മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിരവധി ആളുകൾ നമ്മളോട് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും, നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ടും മെസ്സേജ് അയക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അവർ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഷോർട്സിലേക്ക് വന്നില്ല, അത് നേരെ ലോങ് വീഡിയോയിലേക്ക് പോയെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ആളുകളുടെ യൂട്യൂബ് വീഡിയോ എടുത്ത് അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വീഡിയോയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അതായത് അവർ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.1 സെക്കൻഡ്സ് ഉണ്ട്. അതായത് 1 മിനിറ്റും 1 സെക്കൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 1 മിനിറ്റും 1 സെക്കൻഡും വന്ന വീഡിയോ ഒരിക്കലും ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഷോർട്ട് വീഡിയോയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ് മാക്സിമം ആയിട്ട് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ അത് 1 മിനിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആ യൂട്യൂബ് വീഡിയോ അതായത് അവർ അപ്ലോഡ് ചെയ്ത ആ ഷോർട്ട് വീഡിയോ ഷോർട്ടായിട്ട് കാണില്ല, അത് ലോങ് വീഡിയോസ് ആയിട്ടാണ് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷോർട്ട് വീഡിയോയുടെ ലെങ്ത്ത് ഒരു 55 അല്ലെങ്കിൽ 56 റേഞ്ചിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും 60 സെക്കൻഡ് വരെ നിങ്ങൾ മാക്സിമം കൊണ്ട് എത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീഡിയോയിലെ കണ്ടൻറ്റ് പക്ക കണ്ടൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു 55, 56 റേഞ്ചിൽ നിർത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കുക. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം. രണ്ടാമതായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ, അതായത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. കാരണം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൽ ഉണ്ടെങ്കിൽ, ഈ യൂട്യൂബിൽ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വ്യൂവേഴ്സിന് നിങ്ങളുടെ തമ്പനെയിലാണ് ഫസ്റ്റ് അവർ കാണുന്നത്. ഈ കാണുന്ന തമ്പനെയിൽ ഒരു ജസ്റ്റ് സെക്കൻഡ്സിന് ശേഷമാണ് നിങ്ങളുടെ യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ പ്ലേ ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ ഈ ജസ്റ്റ് സെക്കൻഡിൽ സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന സമയത്ത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ തമ്പനെയിൽ നല്ല അട്രാക്റ്റീവ് അല്ലെങ്കിൽ നല്ല ഒരു ക്യാപ്ഷനോട് കൂടിയുള്ള ഒരു തമ്പനെയിലാണെങ്കിൽ അവിടെ വ്യൂവേഴ്സിനെ ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിനേക്കുള്ള ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുകയും അല്ലെങ്കിൽ ആ വീഡിയോ കാണുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ഷോർട്സിൻ്റെ അകത്ത് തമ്പനെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായി വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ
യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ എൻ്റർ ചെയ്യുന്ന സ്ഥാനത്ത് ക്യാപ്ഷനാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ 100 വേർഡ്സ് എഴുതി സമയം കളയണ്ട. നിങ്ങളൊരു 40 to 65 റേഞ്ചിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ, അതായത് യൂട്യൂബ് ഷോർട്സിൻ്റെ ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് ഓഡിയൻസിലേക്ക്, അതായത് വ്യൂവേഴ്സിലേക്ക് ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ജസ്റ്റ് ഒരു ക്യാപ്ഷൻ, നമ്മുടെ പരസ്യങ്ങളിലൊക്കെ ക്യാപ്ഷൻ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വേർഡ്സിൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് അട്രാക്റ്റീവ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് തോന്നുന്ന അല്ലെങ്കിൽ ഇംപ്രഷൻ തോന്നുന്ന ക്യാപ്ഷൻസ് ടൈറ്റിലിൽ എഴുതി കൊടുക്കാൻ നോക്കുക. നിങ്ങൾ കുറേ എഴുതി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഒരു വ്യൂവർ ആ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെ കാണുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, നിങ്ങളൊരു ഷോർട്ട് വീഡിയോ കാണുമ്പോൾ എത്ര ലെറ്റേഴ്സ്, അതായത് എത്ര ക്യാരക്ടേഴ്സ് കാണും ഒരു ആളുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ക്യാപ്ഷൻ്റെ അകത്ത്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ കാണാം 1, 2, 3 ഹാഷ്ടാഗ് കാണും, പിന്നെ ഒരു ഒറ്റ വേർഡിലുള്ള ഒരു ക്യാപ്ഷനും കാണും. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ ക്യാപ്ഷൻ അല്ലെങ്കിൽ കുറേ വേർഡ്സ് അതിൽ എഴുതി കൂട്ടിക്കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അത് വ്യൂവേഴ്സ് വായിച്ച് നോക്കാൻ പോലും സമയം കിട്ടത്തില്ല. കാരണം എപ്പോഴും അട്രാക്റ്റീവ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഷോർട്സുകളും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള വീഡിയോസുകളും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു തുടക്കക്കാരൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിൻ്റെ ഒരു ക്യാപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് അല്ലെങ്കിൽ കുറച്ച് ഇംപ്രഷൻ തോന്നുന്ന ഒരു ക്യാപ്ഷൻ ആണെങ്കിൽ മാത്രമായിരിക്കും ആ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബറിന് നമ്മുടെ ആ വീഡിയോ കാണുവാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂന്നാമതായി ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്യാപ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ കീവേഡ്സ് ഉൾപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ക്യാപ്ഷൻസ് എഴുതുക. അതൊരു 40-65 റേഞ്ചിൽ, അതായത് വേർഡ്സ് ലെറ്റേഴ്സിൽ വരുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് എൻ്റർ ചെയ്യുക. നാലാമതായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തീർച്ചയായും ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനാബിൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ അലോ റീമിക്സിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഒരു സൈഡിൽ ഒരു സ്ക്രീൻഷോട്ടിൽ പ്ലേസ് ചെയ്യാം. നമ്മുടെ വീഡിയോ മറ്റൊരാൾക്ക് റീമിക്സ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അലോ റീമിക്സിങ് ആൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഇത് ഞാൻ പറഞ്ഞുതരാം. കാരണം അത് നമ്മുടെ ഫോണിലാണ് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് അലോ റീമിക്സിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ടിൽ എടുത്തിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ എന്തായാലും അത് എനാബിൾ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ വീഡിയോ, ഒരു പോപ്പുലർ ആകുന്ന നമ്മുടെ വീഡിയോ മറ്റൊരാൾക്ക് റീമിക്സ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിലോ ഈ ഓപ്ഷൻ നമ്മൾ എനാബിൾ ചെയ്തിട്ട് കൊടുത്താൽ മാത്രമായിരിക്കും നമ്മുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ റിയാക്ഷൻ ചെയ്തും അല്ലെങ്കിൽ മറ്റൊരാൾ അതിനെക്കുറിച്ച് റീമിക്സ് ചെയ്തും, അതായത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കൊളാബ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഒരാളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് റീമിക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റീമിക്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റിന് നല്ല രീതിയിൽ വ്യൂസ് വരും, നമ്മുടെ ചാനലിലേക്ക് നല്ല ഗ്രോ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാഗ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബിൻ്റെ ടാഗ് ഫീൽഡിൽ നിങ്ങൾ ടാഗ് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ടാഗ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടാഗ് എന്ന് പറയുന്ന ഫീൽഡിൽ നിങ്ങൾ 500 വേർഡ്സ് വരുന്ന അല്ലെങ്കിൽ 500 500 വേർഡ്സ് വരുന്ന ടാഗ്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകൾ എൻ്റർ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഹാഷ്ടാഗ്, ഇപ്പം നിങ്ങളുടെ ക്യാപ്ഷൻ ടൈറ്റിലിൻ്റെ അടുത്ത് ക്യാപ്ഷൻ എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതൊരു 40-65 റേഞ്ചിൽ ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അവിടെ ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഹാഷ് ഷോർട്സ് അല്ലെങ്കിൽ ഹാഷ് ഷോർട്ട് ഇങ്ങനെ പറയുന്ന കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു 2-3 ഹാഷ്ടാഗ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു കാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഹാഷ് കാർ അല്ലെങ്കിൽ ഹാഷ് ഓട്ടോമോട്ടീവ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല അട്രാക്റ്റീവ് അല്ലെങ്കിൽ നല്ല വൈറലായിട്ടുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ഗ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതലും ടിപ്പുകൾ നമുക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അറിയാനുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കാനുണ്ട്. ഇവയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. കാരണം 1000 സബ്സ്ക്രൈബർ, 10 lakh വ്യൂസ് അല്ലെങ്കിൽ 4000 വാച്ച് വ്യൂസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ
ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്രൈറ്റീരിയ ആദ്യം തന്നെ കണ്ട് പേടിക്കാണ്ട് നിങ്ങൾ ആദ്യം തന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ ഒന്നും നിങ്ങൾ നോക്കി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം തന്നെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പയ്യെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഈ ക്രൈറ്റീരിയ ഒന്നും നോക്കാണ്ട് നല്ല വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബറും നമ്മുടെ ചാനലിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അകത്ത് സബ്സ്ക്രൈബർ കുറവാണ്, വ്യൂസ് കുറവാണ്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് തന്നെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് 100% സേഫ്റ്റി തന്നെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തെങ്കിലും സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൻ്റെ അകത്ത് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിരവധി ആളുകൾ നമ്മൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് അവർക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ടിപ്പുകളും ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും നമുക്ക് ഇങ്ങനെ ഫോണിലൂടെ ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ സംസാരിച്ചോ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയപരിധി ഉണ്ട്. കാരണം എനിക്ക് കുറേ ആളുകൾക്ക് നമ്മൾ നല്ല സർവീസുകൾ കൊടുത്തിട്ടും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടും അവരോട് ഒരു പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാണ്ട് വരുന്ന കുറേ സമയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എല്ലാവരോടും പറയുന്നത്, യൂട്യൂബ് വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണണം. എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. എല്ലാ വീഡിയോയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ യൂട്യൂബിൽ സക്സസ്ഫുൾ ആവട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരട്ടെ, നല്ല രീതിയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ വരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി, മറ്റുള്ളവരിലേക്ക് വീഡിയോ വളരെ രീതിയിൽ എത്തപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വരുവാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മടിക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അവർക്ക് സജസ്റ്റ് ചെയ്യുക. സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് വേറെ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ സർവീസ് നമ്മുടെ ചാനലിൽ നിന്ന് നൽകുന്നതായിരിക്കും. യൂട്യൂബിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടിപ്പുകളും നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും.